കാലം ഞാൻ ഭാരതം. ഇന്നത്തെ വിഷയം പൊതുജനങ്ങളും കേരള രാഷ്ട്രീയവും എന്നുള്ളതാണ്. 5 വർഷത്തിലൊരിക്കലാണ് നമ്മൾക്ക് നമ്മളുടെ വോട്ടെടുപ്പിലൂടെ നമ്മൾക്ക് എന്തെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിൽ പ്രതിഷേധിക്കാൻ അവസരം കിട്ടുന്നത്. ഈ വോട്ടെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് 5 വർഷത്തിലൊരിക്കൽ നമ്മളോട് സഹായം ചോദിച്ച് ഓരോ രാഷ്ട്രീയക്കാരും ഓരോ നേതാക്കളും നമ്മുടെ വീട്ടിൽ പഠിക്കാൻ വരും. ഒരു മാസം കഴിഞ്ഞ് ഇലക്ഷന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ സഹായങ്ങൾ ചോദിച്ച് രാഷ്ട്രീയക്കാരുടെ വീട്ടു പഠിക്കലും ഓഫീസ് പഠിക്കലും പോയി നിൽക്കുന്നു. ഈ സമ്പ്രദായം മാറണം. നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മളെ സേവിക്കാനാണ്, ഭരിക്കാനല്ല അവരെ നമ്മൾ തിരഞ്ഞെടുത്തത് എന്നുള്ളൊരു ബോധ്യം നമ്മൾ അവർക്ക് കൊടുക്കണം. നമുക്ക് അവർ തരുവല്ല ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായി ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പം എല്ലാ പാർട്ടിക്കാരും എല്ലാ പഞ്ചായത്ത് ഇലക്ഷനും എല്ലാ നിയമസഭാ ഇലക്ഷനും മത്സരിക്കും. അപ്പോ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നതെങ്കിൽ, അതിപ്പം കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, ഒരു പക്ഷേ സ്വതന്ത്രനായിക്കോട്ടെ, പക്ഷേ അവരെ ആരെയും നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോട്ട നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എന്നൊരു ഓപ്ഷനും കൂടെ ഏറ്റവും താഴെ ഒരു എംബ്ലമായിട്ട് അവിടെ കാണും. അതില് നിങ്ങളെ ആരെയും വേണ്ട എന്ന് ധൈര്യമായിട്ട് നമുക്ക് പ്രതികരിക്കാനുള്ള ഏക അവസരമാണ് ആ നോട്ടയ്ക്ക് ഉള്ളത്. അങ്ങനെയും കൂടി ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയും കൂടി നമ്മൾ പഠിക്കണം. എന്നാലേ ഈ രാഷ്ട്രീയക്കാരുടെ പൊതുവായിട്ടുള്ള അഹങ്കാരവും തലക്കനവും ഇല്ലാതെ ആകത്തുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനെതിരെയോ അല്ല, പകരം നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം ഇങ്ങനെ നമ്മൾ കൃത്യമായി നമ്മൾ വേണ്ട സ്ഥാനാർത്ഥി, ഇന്ന സ്ഥാനാർത്ഥി വേണ്ട, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികളൊന്നും വേണ്ട എന്ന് നമ്മൾ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുമ്പോൾ വരും കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തുകയും പീഡന കേസിൽ അകപ്പെട്ട സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തുകയും അതിലൂടെ നല്ലൊരു ജനാധിപത്യവും ഭരണഘടനയും ഇവിടെ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ നോട്ടയ്ക്കും കൂടി വോട്ട് ചെയ്ത് പഠിക്കണം, പ്രതികരിച്ച് പഠിക്കണം എന്ന് ഞാൻ പറയാനുണ്ടായ സാഹചര്യം.